ഇവിടെ ആരാ ഒരു വേലായുധൻ? മുള്ളംകൊല്ലിക്ക് തെക്ക് കാടാണ്. ഈ കരയ്ക്ക് വെള്ളിയരഞ്ഞാണ് ചുറ്റി ഒഴുകുന്ന കാട്ടരുവി കർക്കിടകത്തിലെ ആദ്യ മഴയ്ക്ക് നിറഞ്ഞ് കലങ്ങി ഒഴുകുന്നത് ഇവിടെ എന്നും ഒരു വിസ്മയ കാഴ്ചയാണ്. എന്റെ വേലായുധനും അതുപോലൊരു വിസ്മയമാണ്. നമ്മളാരാ? ഞാനാ വേലായുധൻ. അങ്ങനെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വന്നതാ എന്റെ അമ്മ. അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞി വാവയായിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു. പിന്നെ ആ കരയിലേക്ക് പ്രസവിച്ചിട്ട് അമ്മ പിന്നെ അങ്ങോട്ട് ഒഴുകിപ്പോയി. പിന്നെ മുള്ളംകൊല്ലിയിലുള്ള എല്ലാ അമ്മമാരും ചേർന്ന് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ. വളർന്ന് തണ്ടും തടിയുള്ള ആണൊരുത്തനാവുമ്പോ അവരുടെ കാര്യങ്ങൾ നോക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ലേ സാറേ? ജാനകിയടുത്തേക്ക് വേലായുധേട്ടന് ഇഷ്ടമായിരുന്നല്ലേ? ഊരും പേരും അറിയാത്ത അനാഥ ചെക്കന് മുട്ടായി കൊതി പോലുള്ള മോഹം, അതായിരുന്നു ജാനകി. ഒരിക്കൽ അവൾ കൈ നീട്ടി തന്നപ്പോൾ ആ കയ്യിലൊരു മുത്തം കൊടുത്തു. വല്യമ്പ്യാരുടെ മുന്നിൽ ചെല്ലാൻ പേടിച്ച് അമ്പലത്തിലെ ആൽത്തറയിൽ കിടന്ന് പനിച്ചു മരിച്ചു. അന്ന് എന്റെ നെറ്റിയിൽ ഉപ്പുതുണി നനച്ചിട്ട് എന്നെ മടിയിൽ കിടത്തി എന്റെ മുടിയിൽ തലോടി ഉറക്കി ആ കേളപ്പേട്ട. ചെക്കന്റെ വീട്ടുകാരോട് ആരോ ചില വേണ്ടാത്തതൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. കേളപ്പന്റെ മക്കളെ വേലായുധം വെച്ചോണ്ടിരിക്കുകയാണ്. എന്റെ മോൾക്ക് കല്യാണം ഉണ്ടാക്കി തരാൻ പറഞ്ഞു ഞാൻ നിന്നോട്. നീ ആരാ എന്റെ? അവര് പറയുന്നതിലാണോ? 12ാമത്തെ വയസ്സിൽ തുണി നനച്ചിട്ടൊരു ബന്ധം, അതും പറഞ്ഞ് ഇനി മേലാൽ നീ എന്റെ വീടിന്റെ പടിക്കകത്ത് കയറി പോരും. വേലായുധൻ ചങ്ക് തേർന്നിരിക്കുക. എന്നോട് വീടിന്റെ പടി കയറെന്ന് പറഞ്ഞ് കേളപ്പേട്ട ഞാൻ തെറ്റിട്ടാ. വല്യമ്പ്യാരും കേളപ്പേട്ടനും നീയൊക്കെ അല്ലേ ഉള്ളൂടാ വേലായുധേട്ടന്. കേളപ്പേട്ടന് ഞാൻ കാരണം ഇപ്പൊ ഉണ്ടായ സങ്കടം ജീവൻ കൊടുത്തു അത് തീർക്കേണ്ടവനാ വേലായുധൻ. വേലായുധൻ നിങ്ങൾക്ക് എന്ത് ഉപദ്രവം ഉണ്ടാക്കി എന്നാ പറയുന്നത്? പോകാൻ പറഞ്ഞ വേലായുധൻ പൊയ്ക്കോളാം. അത് ഈ ചങ്കിക്കൂടെ വർത്താനൊന്നും പറയണ്ട. വേലായുധേട്ടൻ ആള് ശരിക്കും ഒരു പാവല്ലേ ജാനകിയടുത്ത്? ആരെങ്കിലും ഇനി തല്ലേണ്ടി വന്നു പിന്നെ വേലായുധൻ നിങ്ങളുടെ ആരുടെ മുന്നിൽ വരില്ല. ഈ മുള്ളംകൊല്ലി വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. വലിയ നമ്പ്യാരെ കൊണ്ടത് കണ്ടില്ലേ? അതുപോലെ സുനന്ദയെ അവൻ കൊല്ലും. അവന് തടസ്സമായി നിൽക്കുന്നവരെ എല്ലാം അവൻ കൊല്ലും. നാട് വിട്ടു പോകേണ്ടി വന്ന നിന്നെയും കൊണ്ട് വേലായുധം പോകൂ. നിന്നെ കൊല്ലാൻ വേലായുധൻ 1.5 കൈ തികച്ച് വേണ്ട, 2 വിരല് മതി. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇപ്പൊ അടിക്കണം. ഈ കാണുന്നതും ഈ കാണിച്ചിട്ടുള്ളത് ഒന്നുമല്ല നീ എന്നെനിക്കറിയാം. വലിയ നമ്പ്യാര് മരിച്ചതല്ല, ഗോപിനാഥൻ നമ്പ്യാര് കൊന്നതാണ്. ഗോപിയെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റുമോ? ചെന്ന് 4 നല്ല വാക്ക് പറഞ്ഞ് അവനെ അങ്ങ് പറഞ്ഞ് അയച്ചിട്ട് വരാം. കണ്ടില്ലേ സാർ, വേലായുധനെ യാത്രയാക്കാൻ മുള്ളംകൊല്ലി മുഴുവൻ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട. ഇനി നിന്ന വേലായുധൻ കരയുന്നത് എല്ലാവരും കാണും. അത് മോശ. വേലായുധ, ഈ പുഴയാ സാറേ എന്റെ അമ്മ. വിശന്നപ്പോഴൊക്കെ ഊട്ടി, കരഞ്ഞപ്പോ ആരും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി. നമ്മളൊക്കെ കരുതുന്നതിൽ എത്രയോ വലിയ സ്ഥാനത്താണോ അവൻ നമ്മളെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. സാറിനെ നീന്തി തോപ്പിക്കാം. വാ, തോണി കയറി വാ സാറുമാരെ. ഞാൻ അക്കരെ കാത്തിരിക്കാം.